റിപ്പോർട്ട് ബ്രേക്കിംഗ്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗിന്റെ പ്രാതിനിധ്യമില്ലാതെ വഖഫ് ബോർഡ്. ലീഗ് പ്രതിനിധിയെ ഉൾപ്പെടുത്താതെയാണ് ഇത്തവണത്തെ പുനഃസംഘടന. സർക്കാർ നാമനിർദ്ദേശം ചെയ്ത 9 ബോർഡിൽ ലീഗിൽ നിന്ന് ഒരാൾ പോലുമില്ല. സമസ്തയിലെ ഇരുവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയപ്പോൾ CPIയെ പക്ഷെ പരിഗണിച്ചിട്ടില്ല. സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കത്തെ ഉൾപ്പെടുത്തിയതിലും വിമർശനമുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് ബോർഡ് രൂപീകരിച്ചത് എന്നതാണ് ആരോപണം. മുബഷിർ പി അക്ബർ ഉണ്ട്. മുബഷിർ പി അക്ബർ, ഗുഡ് മോർണിംഗ് മുബഷീർ. ഇതാദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ പ്രാതിനിധ്യമില്ലാതെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നത്. അത് ഉമർ ഫൈസി മുക്കത്തെ പോലെ സമസ്തയിൽ ഇടതുപക്ഷത്തോട്ട് ചാഞ്ഞു നിൽക്കുന്ന നേതാക്കളുമുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. എങ്ങനെയാണ് ലീഗ് അടക്കമുള്ള നേതാക്കൾ ഇതിനോട് പ്രതികരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ കുമാർ. വഖഫ് ബോർഡിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധികളില്ലാതെ വഖഫ് ബോർഡിനെ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചതാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് തിരിച്ചടിയായിരിക്കുന്നത്. സാധാരണഗതിയിൽ 1961 വഖഫ് ബോർഡ് രൂപീകരിച്ചതിന് ശേഷം ഇത്രയും മുസ്ലിം ലീഗ് പ്രതിപക്ഷത്താണെങ്കിൽ പോലും അവരുടെ ഒരംഗമെങ്കിലും അതിൽ ഉൾപ്പെടുമായിരുന്നു. മുസ്ലിം ലീഗ് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചതോടെ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച അംഗങ്ങളിൽ ഒരൊറ്റ അംഗം പോലും മുസ്ലിം ലീഗിന്റെ വ്യക്തികൾ ഉൾപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത് MP-യുടെ പ്രതിനിധിയായി PV അബ്ദുൽ വഹാബ്, MLA ആയിട്ട് P ഉബൈദുള്ള, MC മായിൻ ഹാജി എന്നിവരായിരുന്നു അവസാന പ്രതിനിധികളായിട്ട് ഉണ്ടായിരുന്നത്. ഇത്തവണ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചതിൽ പ്രധാനമായിട്ടും ചർച്ചയിൽ ഇടം പിടിച്ചിരിക്കുന്നത് സമസ്തയിലെ തന്നെ കേന്ദ്ര മുഷാവറ അംഗമായിട്ടുള്ള മുസ്ലിം ലീഗ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഉമർ ഫൈസി മുക്കമാണ്. സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് ഉയർത്തുന്ന വിമർശനം എന്നുള്ളത് കൃത്യമായിട്ടും രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ് ഇത്തവണ വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു സംഘടനയാണ്. രാഷ്ട്രീയ താല്പര്യങ്ങൾ അവിടെ പ്രകടിപ്പിക്കാൻ പാടില്ല. ആ രീതിയിൽ ആ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തികളെയാണ് ആ മേഖലയിലേക്ക് പരിഗണിക്കേണ്ടത് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച പേരുകളിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ തന്നെ, ഈ വഖഫുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കളൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത്. ഉമർ ഫൈസി മുക്കം നമുക്കറിയാം സമസ്തയിൽ നിന്നുകൊണ്ട് തന്നെ വലിയ രീതിയിൽ മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ്. പാണക്കാട് കുടുംബത്തിനെതിരെയൊക്കെ തന്നെ ഈ കഴിഞ്ഞ കാലത്ത് പറഞ്ഞ പ്രസ്താവനയൊക്കെ തന്നെ വലിയ വിവാദമായത് നമ്മൾ കണ്ടതായിരുന്നു. സ്വാഭാവികമായിട്ട് അത് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് വഖഫുമായി ബന്ധപ്പെട്ടൊരു കടന്നാക്രമണം ഇടത് സർക്കാരിനെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു. മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്. സംഭവം ശരിയാണ്, മുസ്ലിം ലീഗിൽ നിന്ന് ആരും പുതിയ വഖഫ് ബോർഡിലില്ല കേട്ടോ. പക്ഷേ സമസ്തയിൽ നിന്നുണ്ട് താനും. അപ്പോൾ സമസ്തയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകി മുസ്ലിം ലീഗിലെ ഈ നേതാക്കന്മാരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല എന്നുള്ളതാണ്. സർക്കാരിൻ്റെ രാഷ്ട്രീയ നീക്കം അങ്ങനെ ആയിരിക്കുമല്ലോ സ്വാഭാവികം.